ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും കൂടെ എഴുതിട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതാ മുതിരയും മുരിങ്ങയും വെച്ചിട്ടുള്ള കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അങ്ങനെ അതാ മുതിര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിക്കണ്. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നമ്മൾ മുതിരയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വാർത്തെടുക്കണം, അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പം എന്നിട്ട് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മുതിര പൊട്ടി വരണം കേട്ടോ, അപ്പോഴാണ് ഇത് വറവാകുക. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനത്തെ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുക്കരുത് കേട്ടോ, ചെറിയൊരു തരിയോട് കൂടിയാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുതിരൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ മുരിങ്ങിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നാളികേരം അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാളികേരത്തേക്ക് നല്ല ജീരകവും ചെറിയുള്ളിയും അരച്ചെന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നാളികേരം വെച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കറിക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും